ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിസ്റ്റിക് മന്ത്ര. ഇന്നത്തെ വീഡിയോ എക്സ്ക്ലൂസീവായിട്ട് ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എക്സ്ട്രാ ഓയിലി സ്കിൻ ടൈപ്പുകാർക്കൊക്കെ ഈ ഒരു ഫേസ് പാക്ക് നല്ല ബെസ്റ്റ് റിസൾട്ടായിരിക്കും തരുന്നത്. ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് പെട്ടെന്ന് മുഖക്കുരു വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് സ്കിന്നുള്ളവർക്ക് മിക്കവാറും ഫേസിൽ ഓപ്പൺ പോസ്, അതായത് ചെറിയ ചെറിയ കുഴികൾ പോലെയൊക്കെ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കുഴികളിൽ പെട്ടെന്ന് തന്നെ അഴുക്കും പൊടിയൊക്കെ അടിയുകയും അത് ക്ലോഗ് ആവുകയും അങ്ങനെ നമ്മുടെ ഫേസിൽ പെട്ടെന്ന് തന്നെ മുഖക്കുരു വരിക, അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫേസിൽ ഇതുപോലെ എപ്പോഴും മുഖക്കുരു വരുന്നു, അല്ലെങ്കിൽ നിറയെ വൈറ്റ് ഹെഡ്സ് ഉണ്ട്, ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലുള്ള ഓപ്പൺ പോസിനെയൊക്കെ ടൈറ്റാക്കി നമ്മുടെ ഫേസിനൊന്ന് ടൈറ്റാക്കി നിർത്താനും, അതുപോലെ തന്നെ ക്ലോഗ്ഡ് പോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓപ്പൺ ആക്കി അതിൽ അഴുക്കൊക്കെ കളഞ്ഞ് പിന്നെ നമ്മുടെ ഫേസിലുള്ള മുഖക്കുരു വന്ന പാടുകളൊക്കെ മാറ്റാനും ഉള്ള മുഖക്കുരുവിനെ അത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു കിഡിലൻ ഫേസ് പാക്കാണിത്. ഈ ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇത് മിസ്റ്റിക് മന്ത്ര. ഞാൻ ഈ ചാനലിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയതും കെമിക്കൽ കണ്ടൻറ്റൊക്കെ വളരെ കുറവുള്ളതും നല്ല ബെസ്റ്റ് റിസൾട്ട് തരുന്നതുമായ നാച്ചുറൽ റെമഡീസാണ് ഷെയർ ചെയ്യാറ്. ഒത്തിരി നാച്ചുറൽ DIY പ്രോഡക്ട്സ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് മോയ്സ്ചറൈസർ എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ നല്ലൊരു ഫേസ് ക്രീം ഉണ്ടാക്കാം, എങ്ങനെ നൈറ്റ് ക്രീം ഉണ്ടാക്കാം, എങ്ങനെ നമുക്ക് ടോണർ, അതുപോലെ തന്നെ വൈറ്റമിൻ C സെറം ഇതൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ തക്കാളി അരച്ചതാണ് ചേർക്കുന്നത്. ഇതിനായിട്ട് ഒരു നോർമൽ വലുപ്പത്തിലുള്ള തക്കാളിയുടെ പകുതിയാണ് എടുക്കുന്നത്. അത് തൊലിയോട് കൂടി തന്നെ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചന്ദനപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി തേർഡ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുൾട്ടാണി മിട്ടി കൂടെ ചേർക്കുക. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ ചേർത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടി നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ അളവിലൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ തക്കാളിയുടെ ജ്യൂസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആവുന്ന രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് തക്കാളിയുടെ അളവിൽ ഇച്ചിരി വ്യത്യാസം വന്നാൽ കുഴപ്പമില്ല. തക്കാളിയിൽ ധാരാളം വൈറ്റമിൻ എയും സിയും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ തക്കാളിക്ക് ആൻറ്റി ഓക്സിഡൻറ്റും ആസ്ട്രിജൻ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. ഈ വൈറ്റമിൻ സി നമ്മുടെ മുഖത്തുള്ള ക്ലോഗ്ഡ് പോസിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഏജ് സ്പോട്ട്, റിങ്കിൾസ് ഇതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുൾട്ടാണി മിട്ടി ഒരു നാച്ചുറൽ ക്ലെൻസറും ഒരു ആസ്ട്രിജൻ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതൊരു ക്ലെൻസറായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ നമ്മുടെ ഫേസിലുള്ള ക്ലോഗ്ഡ് പോസിനെയൊക്കെ കുറയ്ക്കാനും ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഇത് ഇനി നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഏതൊരു ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഫേസിലുള്ള മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തെന്ന് ഉറപ്പാക്കുക. അതിനുശേഷം മാത്രം നമ്മൾ ഫേസ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഫേസിലും കഴുത്തിലൊക്കെ നമുക്ക് നന്നായിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെയൊക്കെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഡയറക്റ്റ് കഴുകി കളയുന്നതിന് പകരം ഒരു 5 മിനിറ്റൊക്കെ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 5 മിനിറ്റൊക്കെ നമ്മൾ മസാജ് ചെയ്യുമ്പം ഇതിൻ്റെ മുഴുവൻ ആ ഒരു ഗുണങ്ങൾ നമ്മുടെ ഫേസിലേക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഈ ഒരു സമയത്ത് നമ്മൾ മസാജ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ അത് ചെറുതായിട്ടൊക്കെ റിമൂവ് ആയി പോവുകയും ചെയ്യും. മുഖത്തുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിമൂവ് ആവാനൊക്കെ ഈ ഒരു മസാജിങ് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമുക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം. ഈ ഒരു ഫേസ് പാക്ക് ആഴ്ചയിൽ 2-3 തവണ നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതുവരെ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
ഇനി നമുക്കിത് ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ മുഖക്കുരുവൊക്കെ കുറയ്ക്കുക എന്നുള്ളതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫേസിനെ നല്ലപോലെ സോഫ്റ്റ് ആക്കാനും നല്ല ബ്രൈറ്റ്നസ് തരാനും നമ്മുടെ ഒരു ഗ്ലോസി ഒരു അപ്പിയറൻസ് നമ്മുടെ സ്കിന്നിൽ തരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നല്ല കിടിലൻ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് നല്ല ഗ്യാരണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ കമൻറ്റ് എനിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കും ഒത്തിരി വാല്യുബിൾ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. Bye bye.